ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് നിൽക്കുന്ന കോലമാണ് 3 പേര് പല്ല് മുഖം കഴുകി നിൽക്കുക. അതെ, എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറ. പഴകഞ്ഞിടിക്ക 2 ദിവസമായിട്ട് സമാധാനം ഇല്ല ഗൈസ്. ഞാൻ ഒരു ദിവസം പറഞ്ഞ് ഇവിടെ അടുത്തൊരു പഴകഞ്ഞിക്കട ഉണ്ട്, അന്ന് തൊട്ട് തുടങ്ങിയതാ. രാവിലെ ആകുമ്പോ പറയും നമുക്ക് പഴകഞ്ഞി കുടിക്കാൻ പോയല്ലേ. ഇന്ന് രാവിലെ ഉറക്കത്തിൽ എണീറ്റിട്ട് ഇവ എന്നെ വിളിക്കണം പഴകഞ്ഞി കുടിക്കാൻ പോകുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി അവിടുന്ന് വന്ന കോളാണ്. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് പറയണേ പഴകഞ്ഞി കുടിക്കാൻ പോയല്ലേ. ഞാൻ പറയും ഓ ഇന്ന് ഇന്നും കൂടി കൊണ്ടുപോയില്ലേ. 2 ദിവസം കൊണ്ട് ഞങ്ങള് പറ്റിക്കുക. അതിന്റെ കൂടെ ഇന്നലെ ഒരു റീലൂടെ കണ്ടില്ലേ, ഇന്നാണ് ചെലവ് മിക്കവാറും കാണുമെന്ന് ദൈവത്തിനറിയാം കേട്ടാ. അതെ, നമ്മള് പണ്ട് പഴകഞ്ഞി കുടിക്കാനായിട്ട് പോയിരുന്നു. ഇപ്പൊ പോയിട്ട് കുറെ നാളായി. അപ്പൊ ആ കടയൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നിയില്ലേ? അവിടെ ഉണ്ട്, അവിടെ പഴകഞ്ഞി ഇപ്പോഴും ഉണ്ട്. അവിടെ ഈ ജോലിക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് പഴകഞ്ഞി കുടിക്കുന്ന സ്ഥലമാണ്. ഓ എന്താ ഒരു ഉന്മേഷം, എന്താ ഒരു ഉത്സാഹം. മൃദുല അപ്പോഴത്തേക്കും ഇതൊക്കെ തുറന്നു കേട്ടാ. ഇതാ പഴകഞ്ഞി കട. ഈ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന കേട്ടോ. ഇവിടെ ഒരു വളവാ. ഓ കാണും. ഞാനും കുറെ നാളായി പഴകഞ്ഞി പിടിച്ചിട്ട്. ഇപ്പം പഴകഞ്ഞിക്ക് എതിരെ പഴകഞ്ഞി കഞ്ഞി അതൊക്കെ അവനൊരു ഹറാമാ അവന്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ വിശക്കത്തുണ്ട്. പഴകഞ്ഞി എത്തി ഞാൻ അങ്ങനെ പറഞ്ഞ ചേച്ചി കേട്ട് ചിരിക്കുന്നത്. ചുരുളൂടി ചിലര് ജോലി പഴകഞ്ഞി ചിലര്. അയ്യോ, അവിടെ കൂടെ ഒരു മൊന്തയിൽ കൊണ്ടുകൂടും. മീൻ വറുത്ത, ചമ്മന്തി, അച്ചാറ്, മുളക്, സവാള, ഇനി എന്തോ വേണം. സൂപ്പറല്ലേ? ചീനി ചൂടാട്ടാ. ഗായ്സ്, അപ്പൊ നമ്മളിത് ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. എടാ മൃദുല മാത്രമേ ഫുള്ള് കുടിച്ചോളൂ. പക്ഷെ അവക്ക് കുറച്ച് ഇട്ടോളൂ. പറ്റത്തില്ല ഗായ്സ്. ഇവിടെ ചോദിച്ചു രണ്ടാമതും വേണോന്ന്. കൊണ്ട് കാണുമായിരിക്കും. വലിയ പാടാട്ടാ. നമ്മളെ പോലുള്ളവർക്കൊക്കെ അതൊരു ഫുള്ള് കഴിക്കത്തില്ല. നമ്മള് ഒരു പഴകഞ്ഞിക്ക് 60 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത്. അപ്പം നമ്മളെ വണ്ടി നമ്മൾ താറ് സർവീസ് സെൻറ്ററിൽ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം പ്രതീക്ഷനെക്കാട്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നില്ലേ. നമ്മളെ കയ്യിൽ വണ്ടി കിട്ടിയപ്പം സർവീസിനുള്ള സമയം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ കൊണ്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ ഇന്നലെ കിട്ടിയില്ല. വർക്ക് കുറച്ച് തോനെ ഉള്ളതുകൊണ്ട് തന്നെ, ഇന്നലെ തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മളത് നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മളത് പോവുകയാണ്. നമ്മൾ സുസുക്കിയുടെ വണ്ടി കണക്കല്ല, മഹീന്ദ്രയുടെ വണ്ടിക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. നമ്മളെ വിലയാണ് സർവീസ് കോസ്റ്റ്. നമ്മളവിടെ ഈ നമ്മുടെ ബലീനൊക്കെ ഒരു സർവീസിന് എത്ര രൂപയാകും കൂടി പോയാൽ? 2000 രൂപയൊക്കെ ആവത്തുള്ളൂ. പക്ഷെ അത് സംബന്ധിച്ച് മഹേന്ദ്രയുടെ സർവീസ് ആകുമ്പോൾ 14,000-15 രൂപ അതൊക്കെ അടുപ്പിച്ചാവും നമ്മുടെ മഹേന്ദ്രയുടെ സർവീസ് കോസ്റ്റ്. നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞൊന്നുമില്ല. അതെ, ഞാൻ പറഞ്ഞ നമ്മൾ എപ്പോഴും പോകുന്നിടത്തല്ല പോകുന്നത്. നമ്മൾ പണ്ടൊക്കെ വേറെ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡിസ്ക്വാളിഫൈ ആയി. അതെ, ഡിങ്കോൾഫി എന്നാ കേട്ടിട്ടുണ്ട്. ഡിസ്ക്വാളിഫൈ അത് എന്തൊരു വാക്ക്. ഓ വയസ്സായി. അല്ല വരുന്ന സീരിയസ് ആയിട്ട് വരുന്ന ഇപ്പോഴത്തെ തീരുമാനമാണ്. അമ്മയ്ക്ക് ഇതാ മേക്കപ്പ് ചെയ്യല്ല, ഇത് ഫേഷ്യൽ ചെയ്യണോ വേണ്ടേ? നമ്മുടെ 7 മാസം വളകാപ്പിന്റെ സമയമൊക്കെ പോയി നോക്കി. അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അതിന്റെ ഇനി ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം, വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ നമ്മുടെ വളകാപ്പ് അടുത്തു. ഇനി കുറച്ച് സമയങ്ങൾ മാത്രം. ഇനി ഏതാണ്ട് മൂന്ന് ഒരുക്കങ്ങൾ നമ്മൾ ഇപ്പോഴേ ഓരോ കാര്യങ്ങൾക്ക് തുടങ്ങണം. ഇപ്പൊ രാത്രിക്ക് നല്ല അനക്കമാണ്. മുറിയിൽ ചില സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നടുവേദന. അപ്പം ലിപ്സ്റ്റിക് ഒക്കെ ഷെയർ ചെയ്യുന്ന ഓരോ ടിപ്സുകളെ. ഡ്രസ് എന്തുവാ റെന്റായിരുന്നു ഗൈസ്. അപ്പൊ നമ്മള് തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. താമസമായി ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഇതൊക്കെ ചെയ്യാൻ പോന്ന എന്തിനാ ചെയ്യുന്ന? ഞാൻ എന്തിനു ചെയ്യണം? ഞാൻ എന്തും ചെയ്യും.
തലയൊക്കെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. പുഴുങ്ങായിട്ട് തന്നെ പ്രവീണിന്റെ പുഴുങ്ങായിട്ട്. അവിടെ ഇതെപ്പോ കുക്കാവും? അരമണിക്കൂർ സ്വാദിഷ്ടമായിട്ടുള്ള പോത്തിന്റെ ബോട്ടി ഇപ്പൊ റെഡിയാവും. നീ ചെയ്തില്ലേ? നിനക്ക് ആരും ചെയ്തില്ല. ആദ്യം ഈ വിഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഞാൻ ചെയ്യാം. കിരീടോ ഇവിടെ കേട്ടോ കൂട്ടുന്നത്. ഓക്കെ ഓക്കെ. ആ ഗൈസ്, മുറു ബ്രൂട്ടീഷൻ പഠിച്ചത്. ഇത് എന്തിനായിരുന്നു? പറ. ആ ചോദിച്ചു, പറയൂ. അതല്ലേ അവര് പറഞ്ഞത്. വേറെന്തേലും പറ, വേറെന്തേലും പോയിട്ട് പറ. ഇത് അറിഞ്ഞൂടാ, അത് കേട്ട് പറഞ്ഞാടാ. അത് കേട്ടൊക്കെ പറഞ്ഞു. എന്നാ ഈ മിഷന്റെ പേര് പറ. ആ മിഷന്റെ പേര് പറ. സ്റ്റീം മെഷീൻ. സ്റ്റീമർ സ്റ്റീം മെഷീനാ. വാക്കുകൊണ്ടുള്ള കണ്ടുപിടിച്ചത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കായിരുന്നു. കൊച്ചിനാണ് ഭയങ്കര നാണം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതിന്? ടാനെ കൊണ്ട് നെറ്റ് കൊടുക്കടാ. നീ ഇച്ചിരി അങ്ങോട്ട് വെച്ചാണ്. ഞാൻ ഒന്ന് ഡ്രസ് ഞാൻ ചത്ത ശവങ്ങളെ കിടക്കും. ഒരു എക്സ്പ്രഷൻ കാണിക്കില്ല. താടിയിലടിക്കൂലേ ഇത്? ഇതിന് കുഴപ്പമില്ല, ഒരു മൊത്തത്തിൽ തേച്ചാൽ മതി. ഇവിടെ തൊട്ടപ്പോടെ പോയടാ പോയെടുത്ത് ഒട്ടിച്ചാണത്. അവിടെ മാത്രം വേറെ കളർ ഇരിക്കൂടാ. പിടിക്കാടാ. കഴുത്തി തൊട്ടിട്ടുണ്ട്. ഇവര് ഇത്തിരി പറഞ്ഞുവിടാവോ? മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെ അടിപൊളിയായിരുന്നു മസാജ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലോണം ഇവിടെ തൊട്ട് തുടങ്ങി ഫുള്ള് മസാജ് ചെയ്താണ്. ഇനി അടുത്ത പുഴുങ്ങുന്നില്ലേ? പുഴുങ്ങി കഴിഞ്ഞു. ആരെയും കിടക്കുന്ന ഇതിന് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന നിന്നെ ഉപ്പിലിട്ട് കഴിക്കാം. കിടിലോ ആയ എന്തൊക്കെ ചെയ്തറാ? ഞാൻ ഇവിടെ കിടക്കുവായിരുന്നു. അവങ്ങ് ഒരുങ്ങുവാ. അതിന്റേതായിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞത്. വളകാപ്പിന്റെ മേക്കപ്പാ. അയ്യോ, ഇത് 3 ദിവസം വരെ നിൽക്കും. മറ്റേതിന് ഇനിയും ദിവസമുണ്ട്, ആഴ്ചയുണ്ട്. നമുക്ക് നമ്മുടെ താറ് കിട്ടിയിട്ടുണ്ട്. വണ്ടി സർവീസ് ചെയ്ത് പൊളി. അതുപോലെ തന്നെ നല്ല സർവീസ് കോസ്റ്റ് ആണ്. നല്ല സർവീസ് കോസ്റ്റ് ആണ്. സർവീസ് ചെയ്തിട്ട് വണ്ടിയിൽ ചെളി ഉണ്ടല്ലോ, പക്ഷെ അവിടെ വാഷില്ലായിരുന്നു. വാഷിന്റെ പ്രഷർ വാഷ് കംപ്ലൈന്റ് ആയിരുന്നു മഹേന്ദ്രയുടെ സർവീസ് സെന്ററിൽ. ഫസ്റ്റ് സർവീസ് ആണ് നമുക്കൊരു ഫ്ലോപ്പ് ആയിരുന്നു. അതെ മെയിൻ ആയിട്ട് പാർട്സിനെക്കാട്ടി റേറ്റ് അവരെ ലേബർ സ്റ്റിയറിംഗിന്റെ ഇതൊക്കെ മാറിയില്ലേ? സ്റ്റിയറിംഗിന്റെ ഷാഫ്റ്റ് മാറി. പിന്നെ സസ്പെൻഷന്റെ എന്തൊക്കെയോ കുറച്ച് പോകുമ്പോ അങ്ങനെ പാർട്സ് അങ്ങനെ മാറേണ്ട ആവശ്യമില്ല. അതൊക്കെ അങ്ങ് ഓടിക്കോളും. എഞ്ചിൻ സൈഡിൽ നിന്ന് വേറെ പ്രശ്നം വരത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ 10,000 കിലോമീറ്റർ ഓയിൽ ഫിൽറ്ററും എയർ ഫിൽറ്ററും ഒക്കെ ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ടോപ്പ് ചെയ്താൽ മാത്രം മതി. അങ്ങ് ഓടിക്കോളും. അങ്ങനെ കൂടെ കൊണ്ട് ആ സ്റ്റിയറിംഗിന്റെ സാധനം മാറേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നില്ലേ? സ്റ്റിയറിംഗിന്റെ സാധനം മാറേണ്ട ഒരു പ്ലേ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്മൂത്തായി. പിന്നെ വലിയ ടയറൊക്കെ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് വീൽ ബാലൻസിങ് ഒന്നും നടക്കത്തില്ല. അതെ അലൈൻമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സെറ്റാണ്. വേറെ ഇത് അലോയ് പോലത്തെ. നിനക്ക് നല്ല വണ്ടിയെ പറ്റി നല്ല ഗ്രാഹിയാണ്. അതിൽ വീൽ കപ്പ് ഇട്ട എന്ത് കൂറായിരിക്കും. പിന്നെ അലോയ് അല്ലത്. ഇത് ഇങ്ങനത്തെ നല്ലത്. അലോയ് വേണ്ട. ഡെലിവറി കഴിഞ്ഞ് വേണം മുടിയൊക്കെ റൂട്ട് ചെയ്യാനൊക്കെ. റിബൺ കട്ട് കേക്ക് കട്ടിയൊക്കെ ഉണ്ടാവും ഡെലിവറിക്ക്. എന്റെ റൂമിൽ ഇരിപ്പുണ്ട് സ്പ്രേ ഒക്കെ തീർന്നാ പറയണ്ടേ ഗൈസ്? അപ്പൊ നമ്മളിത് മൃദുലക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഡോക്ടർ വരാൻ പറഞ്ഞ ഡേറ്റ് ഒക്കെ മാറി കേട്ടോ. ഡേറ്റ് ഇച്ചിരി മുമ്പേ അമ്മ സ്പ്രേ അങ്ങ് അടിച്ച് വിടങ്ങോട്ട്.
ഞാൻ ഇവിടെ സൗണ്ട് അടിച്ചു കൊറേ ഞാനും മൃദുലയാണെന്ന് പോവാൻ വേണ്ടിയിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഞാനും വരുന്നു, ഒറ്റയ്ക്ക് പോണ്ടെന്ന്. എന്നെ ഒരാളായിട്ട് പോലും അമ്മ കൂട്ടിയിട്ടില്ല. മൃദുലടുത്ത് പറയാം നീ ഒറ്റയ്ക്ക് പോണ്ടെന്ന്. അമ്മ എന്നെ ഒരാളായിട്ട് കൂട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല ഇനിയിപ്പോ 7 മാസം ആയില്ലേ, അപ്പം ഒറ്റയ്ക്ക് വിടണ്ട. അതെ, അപ്പൊ അമ്മയും വരാന്ന് വിചാരിച്ചേട്ടാ. 7 മാസം ഇനി ഒറ്റയ്ക്ക് ഇരിക്കണ്ട, 7 മാസം ഇനി ഒറ്റയ്ക്ക് പോണ്ട. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ 2 ആളാ. നമ്മളെ ഹോസ്പിറ്റലിലോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ. അമ്മയുടെ സ്ഥലം ഇപ്പൊ കഴിഞ്ഞോളൂ കേട്ടോ. അവനവന്റെ വീട്ടിൽ പോകാനുള്ള ഒരു സന്തോഷം, ഒരു ത്വരയുണ്ടല്ലോ, അത് വലിയൊരു ത്വരയാ. അത് ഏട്ടനും ഉണ്ട്, അത് എനിക്കറിയാം. കാരണം എന്റെ വീട്ടിൽ പോവാം വീട്ടിൽ പോവാം. എത്രയായാലും നമ്മളെ വീട് ആണ്. എവിടെയെങ്കിലും പോയിട്ട് വന്ന് വീട്ടിൽ വന്നാലും ഭയങ്കര സന്തോഷം. ഡോക്ടർ വരാൻ നല്ല ലേറ്റ് ആവും ഗൈസ്. അപ്പൊ നമ്മളിത് അടുത്ത് പോയി ചായയൊക്കെ കുടിച്ച് അമ്മയ്ക്ക് ഷവർമ്മ വേണോന്ന് പറഞ്ഞു. ഞാൻ അവനെ ഡയറ്റ് ആയതുകൊണ്ട് അമ്മ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച്. പറഞ്ഞു മേടിക്കേ, ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. നമ്മൾ ഫുള്ള് ഇപ്പൊ അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാറില്ല, ജങ്ക് ഫുഡ്. പക്ഷെ അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ. ഈ ജങ്ക് ഫുഡ് കഴിക്കാറില്ല, പക്ഷെ എഗ് പപ്സ് നല്ലായിരുന്നത്. ഈ അമ്മ എല്ലാം കളഞ്ഞു, വില കളഞ്ഞു പോടുന്നത്. ഇപ്പോഴാണ് വണ്ടിയുടെ ഒരു ഗിയർ കണ്ടത്. നീ പിന്നെ 4x4 എന്ന് വെച്ചാൽ പിന്നെ എന്ത് തേങ്ങയെന്നാണ് വിചാരിച്ചത്. അയ്യോ ഇതെന്താ ഈ ഒരു കൊച്ചു ഗിയർന്ന്. 2 ഗിയർ വണ്ടിക്ക്, ഞാൻ 2 ഗിയറുള്ള വണ്ടി ആദ്യമായിട്ട് കാണും. അപ്പൊ നമ്മുടെ ഡോക്ടറിനെ കണ്ടത് വീട്ടിൽ വന്ന സുഹൃത്തുക്കളെ കിഴി പൊറോട്ടയൊക്കെ വാങ്ങി. കൊച്ചു ഇന്ന് എന്തായിരുന്നു പരിപാടി? ഉറക്കം. വണ്ടി കഴുകാൻ പോയില്ലേ? വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കി. അതെ ഗൈസ്, അപ്പൊ ഇനി സ്കാനിങ്. നിങ്ങൾ എപ്പോ പോയതാ? ഇത്ര നേരം എടുത്തൊരു ഡോക്ടറിനെ കാണാൻ? ഡോക്ടറിന് സ്കാനിങ്ങിന് എഴുതി തന്നു. കുഴപ്പമൊന്നുമില്ല, അനക്കം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അടുത്ത മാസം എന്താ 1 മണിക്കൂറിൽ 30 തൊട്ട് അനങ്ങും, 20 തൊട്ട് അനങ്ങും. 10 വട്ടം. 10 തൊട്ട് അതില് 3 കുറവാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. മനസ്സിലായില്ല. 1 മണിക്കൂറിൽ 10 വട്ടം അനങ്ങണം. നോർമലി അനങ്ങണം കുട്ടികൾ. ഇനി അനക്കം കുറയും, കാരണം കുഞ്ഞു വലുതാകുമ്പോൾ സ്പേസ് കുറയുമ്പോ അനങ്ങുന്നത് നമ്മൾ അറിയുന്ന കുറയും. അപ്പൊ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞു കിടന്ന് ശ്രദ്ധിക്കണം എന്തൊട്ട് അനക്കം. അപ്പൊ 1 മണിക്കൂർ ഒരു മിനിമം ഒരു 10 വട്ടം പോലെ അനങ്ങണം. 3 കുറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലണം, ഹോസ്പിറ്റലിൽ പോകണം. അനങ്ങില്ല, ഞാൻ അനക്കമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അയണും കാൽസ്യം, നല്ല മീനൊക്കെ കഴിക്കാൻ പറഞ്ഞ്. പിന്നെ ഷുഗർ ഇല്ല, പക്ഷെ തടി വെക്കും, വണ്ണം വെക്കുന്നുണ്ട്. ഷുഗർ ഇല്ലെന്ന് നമ്മള് റിസോർട്ടിൽ പോയപ്പോ മൃദുല അങ്ങനെ കേക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അവിടുന്ന് ആ പഞ്ചാരമുള്ള സാധനം മൊത്തം 100 രൂപ. അതാ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നമ്മളൊന്നും എടുത്തില്ല. ഷുഗർ ഒന്നും ഇല്ല, പക്ഷെ ഇനി തിന്നരുത്, കാരണം പെട്ടെന്ന് കയറി തടി വെക്കും. ഇനി 8-9 മാസം പെട്ടെന്ന് തടി വെക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് ഇനി തൊട്ട് വണ്ണം വെക്കും. ഇനി അങ്ങോട്ട് ഷുഗർ കൂടെ കഴിച്ചാൽ നല്ല വണ്ണമാവും. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഷുഗറൊക്കെ കട്ട് ചെയ്ത് പിന്നെ നല്ല റിച്ചുള്ള ഫുഡ്, മീനൊക്കെ കഴിക്കാൻ പറഞ്ഞു. മറ്റില്ല, മീൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. ആവൂരി നമ്മള് മീൻ ഞാൻ പറഞ്ഞായിരുന്നല്ലേ. നമ്മള് കഴിച്ചു, നമ്മളവിടുന്ന് കഴിച്ചു. എന്തിനാ പ്ലേറ്റ് കൊണ്ടുപോവാ? ഞാൻ കവറോടെ തിന്നാണ്. എല്ലാം ഉണ്ട്. മുട്ടയൊക്കെ പൂരിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ, കറി. എങ്ങനെയുണ്ട്? വളരെ ഉപ്പ് കുറവാ. ആണോ? അപ്പൊ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളെ സ്കാനിങ്ങിന് ഞാൻ വിചാരിച്ചു ഉടനെ ചെയ്യണമെന്നില്ല, ഇനി നെക്സ്റ്റ് മന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓണോ കഴിഞ്ഞിട്ട് ചെയ്തു. 2 മാസം ഒരുമിച്ച് അങ്ങ് ചെയ്താൽ പോരെ? എന്നാ പിന്നെ എടി അവനറിയാം, അവൻ ചുമ്മാ ചോദിച്ചാ. ഇല്ലടാ വേണ്ടാ, നീ അവനെ പോസ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇനി എത്ര മാസം ഉണ്ട്? എത്ര മാസം ഉണ്ട് പറ. ഇനി 3 മാസം. ഇടത്തെ സൈഡ് തീർന്നില്ല കിടക്കുന്നു. ഈ ഒരു ആംഗിളിയാക്കുള്ളൂ, ഇങ്ങനെ ഈ ഒരു ഇൻഡു പോലെ. ഞാൻ പറഞ്ഞുതരാം, കുഞ്ഞ് ഇവിടെയാണ് കിടക്കുന്നത്. അവിടെ നിൽക്കില്ല, അത് 9 മാസം ആകുമ്പോഴേ അവിടെ വരത്തുള്ളൂ. അല്ല ഇപ്പോഴും അവിടെ കിടക്കുന്ന. അല്ല ഇവിടെ അടിഭാഗത്തായിട്ട് എനിക്ക് അനക്കം കൂടുതൽ അറിയുന്ന അടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെ കിടന്ന് കറങ്ങിയിട്ട് തല ഇറങ്ങിയായിരുന്നു. നല്ല ഓർമ്മയുണ്ട്.
അപ്പൊ അത്രയുള്ള ഗൈസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വ്ലോഗ് എൻജോയ് ചെയ്തു തീർച്ചയായിട്ടും. ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള പരിപാടി ബൈ.